സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡൈമെൻഷണൽ അനാലിസിസ് എന്ന പോർഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. അപ്പോൾ ഡൈമെൻഷൻസ് എഴുതാനാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് മാസ്, ലെങ്ത്, ടൈം, ഇതിൻ്റെ 3 ഡയമെൻഷൻസ് ആണ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ. മാസിന് എം, ലെങ്തിന് എൽ, ടൈമിന് ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എസ്, ഇതിൻ്റെ ഡയമെൻഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതേണ്ടത്, ഇത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ എൽ ഉണ്ട്, എം ഇല്ല, അപ്പോൾ m⁻0 എന്ന് കൊടുക്കാം, ടി ഇല്ല, t⁻0. ഇതാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ഫോം. പക്ഷെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ ഇല്ലാത്തത് എഴുതത്തില്ല, എൽ മാത്രം എഴുതും എളുപ്പത്തിന് വേണ്ടി. സോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം തീരെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എൽ ബൈ ടി, ദാറ്റ് ഈസ് എൽ. ടി മുകളിലേക്ക് പോകുമ്പോൾ t⁻⁻1. ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമുക്ക് ഡയമെൻഷൻ എഴുതേണ്ടത്. സോ വി ഈക്വൽ ടു, വിയുടെ ഡയമെൻഷൻ എന്താണ്, എൽ t⁻⁻1. ആക്സിലറേഷൻ ആകുമ്പോഴോ, ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇവിടെ ഉണ്ട്, എൽ t⁻⁻1 ബൈ ടി, വിച്ച് വിൽ ബി ഈക്വൽ ടു എൽ ഈ ടിയും കൂടെ മുകളിലേക്ക് പോകുമ്പോൾ -2. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഡയമെൻഷൻ എഴുതേണ്ടത്. അപ്പം അത്യാവശ്യം വേണ്ട ഡയമെൻഷൻസ് നമുക്ക് നോക്കി വെക്കാം. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ F is equal to m into a. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ എഴുതാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു മാസിൻ്റെ ഡയമെൻഷൻ m എന്ന് കൊടുക്കാം. ആക്സിലറേഷൻ്റെ നിങ്ങളിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, mL/t⁻². സിമ്പിൾ അല്ലേ ഡയമെൻഷൻ എഴുതാൻ. ഡയമെൻഷണൽ അനാലിസിസിൽ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് 3 ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്, mLT. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ, mL/t⁻². അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എഴുതി നോക്കാം. അപ്പോൾ ഈ ഡയമെൻഷണൽ അനാലിസിസിന് 3 യൂസസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. പ്രിൻസിപ്പിളിൻ്റെ പേരാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. ഇത് ഈ പ്രിൻസിപ്പിളിൻ്റെ നെയിം എഴുതാൻ തന്നെ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ഈസ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഇക്വേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഹോമോജിനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കാം, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ. ഈ ഇക്വേഷൻ എന്താണ്, a+b ഈസ് ഈക്വൽ ടു സി. a+b ഈസ് ഈക്വൽ ടു സി. ഇതിൽ എയും ബിയും നമുക്കൊരു ഈക്വൽ സിമ്പൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇതാണ് ഓരോ ടേം എന്ന് പറയും, എ ഒരു ടേം, ബി ഒരു ടേം. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഇതിലെ ഓരോ ടേമായിട്ട് നമ്മൾ എടുക്കുകയാണ്. എ എടുത്തു അല്ലേ, ഒരു പ്ലസ്സോ മൈനസിൻ്റെയോ ഇരുപുറത്തും വരുന്നതാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എയുടെ ഡയമെൻഷൻ, അതാണ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇത് ബിയുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. അത് റൈറ്റ് സൈഡിലുള്ള അടുത്ത ടേമായ സിയുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ കറക്റ്റ് ആവൂ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഇക്വേഷൻ്റെ 2 സൈഡിലുമുള്ള എല്ലാ ടേംസിൻ്റെ ഡയമെൻഷൻസും സെയിം ആകണം. ഇതാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ആൻ ഇക്വേഷൻ ഈസ് കറക്റ്റ് ഓൺലി ഇഫ് ഡയമെൻഷൻസ് ഓഫ് all terms on either side are the same. അപ്പോൾ നമുക്ക് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഒന്ന് എഴുതാൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. ഫോർ ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ, ഫോർ ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ഡയമെൻഷൻസ് ഓൺ ഐദർ സൈഡ് മസ്റ്റ് ബി ദി സെയിം. 2 സൈഡിലും, ഇക്വേഷൻ്റെ 2 സൈഡിലും LHSഉം RHSഉം സെയിം ആയിരിക്കണം. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഫോർ ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ഡയമെൻഷൻസ് ഓൺ ഐദർ സൈഡ് മസ്റ്റ് ബി ദി സെയിം. ഇപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക, ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തെഴുതണം, ഫോർ ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ഡയമെൻഷൻസ് ഓൺ ഐദർ സൈഡ് മസ്റ്റ് ബി ദി സെയിം. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്താലും മതി, LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടേമിൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു RHS, then the equation is correct. The equation is
കറക്റ്റ്. LHS RHSന് ഈക്വൽ ആണെങ്കിൽ ഇക്വേഷൻ കറക്റ്റ്. പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. അപ്പോൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS, ദെൻ ദി ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഇത്രയെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക. നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ½ mv² ഇസ് ഈക്വൽ ടു mgh. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ LHS എടുക്കുകയാണ് ഞാൻ. LHS എന്ന് പറഞ്ഞാൽ എന്താണ്? ½ mv². അപ്പോൾ നിങ്ങളിവിടെ നമ്പറിനും ആംഗിളിനും ഒന്നും ഡയമെൻഷൻ ഇല്ല. ട്രിഗ്നോമെട്രിക് റേഷ്യോ സൈൻ കോസ് വന്നാലും ഡയമെൻഷൻ ഇല്ല, അത് ഓർത്ത് വയ്ക്കാം. ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് അല്ലേ, അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് mv². ഇതിൻ്റെ ഡയമെൻഷനാണ് ഡയമെൻഷൻ ഓഫ് LHS, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ആണ് അല്ലേ, m. v വെലോസിറ്റിയുടെ ഡയമെൻഷൻ തൊട്ട് മുമ്പ് കണ്ട് LT⁻⁻1. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് നമുക്കിതിനെ സ്ക്വയർ ചെയ്യണം. So this will be equal to mL² T⁻². That T⁻⁻1 the whole square. T⁻². So LHSന്റെ ഡയമെൻഷൻ നമുക്ക് എന്ത് കിട്ടി? mL² T⁻². മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. ഇനി നമുക്ക് RHS ഇവിടെ റൈറ്റ് സൈഡിൽ mgh ആണ്. mgh അതിൻ്റെ ഡയമെൻഷൻ, ഇത് ഏതിൻ്റെ ഡയമെൻഷനാണ്? RHS. RHSൻ്റെ ഡയമെൻഷൻ ഓഫ് RHS ദറ്റ് ഈസ് mgh ഇസ് ഈക്വൽ ടു m മാസ് ആണ് അല്ലേ, m കൊടുത്തു. g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ കൊടുക്കുക LT⁻². അപ്പോൾ വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഡയമെൻഷൻ എങ്കിലും നിങ്ങളൊന്ന് കാണാതെ ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻⁻1, ആക്സിലറേഷൻ LT⁻². അപ്പോൾ ഇവിടെ m ആയി, ജിയുടെ ഡയമെൻഷനായി, ദെൻ h എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റൻസ് ആണല്ലേ. സോ L ആയിരിക്കും ഡയമെൻഷൻ. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് എഴുതാം. mL², 2L ഉണ്ടല്ലേ, അപ്പോൾ L²T⁻². സോ നമുക്ക് RHS കിട്ടി mL² T⁻². ഇത് RHSൻ്റെ ഡയമെൻഷനായിരുന്നു. RHS എന്ന് വെച്ചാൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. LHSൻ്റെ ഡയമെൻഷൻ, ഇത് LHS ആയിരുന്നില്ലേ, LHSൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? mL² T⁻². അത് തന്നെയല്ലേ RHS. സോ ഡയമെൻഷൻ ഓഫ് LHS ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. സോ ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്നാണ്. ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ മനസ്സിലായല്ലോ. ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ ഡയമെൻഷൻസ് എടുത്തിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈക്വൽ അല്ലാതെയാണ് വന്നെങ്കിൽ നമുക്കിത് എഴുതാൻ പറയുന്നത് ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറൊരു ഇക്വേഷനും കൂടെ നോക്കാം കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ. നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ആണല്ലേ. T=2π × √L/g. ഇതിൻ്റെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതിൻ്റെ ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം T മാത്രമേ ഉള്ളൂ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടൈമാണ് ഡയമെൻഷൻ T. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കുക. RHS നിങ്ങൾ എടുക്കുന്നു. RHSൽ ഒരു 2π ഉണ്ട് അല്ലേ, നമ്പറാണ് അല്ലേ, 2π 3.14 ആണ്. അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. പിന്നെ നമുക്ക് വരുന്നത് ഈ റൂട്ട് എടുക്കണം, വിട്ടുപോകരുത്. √L/gയുടെ ഡയമെൻഷൻ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് അതുപോലെ എഴുതുക. ലെങ്തിൻ്റെ ഡയമെൻഷൻ L, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ LT⁻². വേണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുക്കുക. L കട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് 1/T⁻². സ്ക്വയർ റൂട്ടിനകത്താണേ, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ടിനകത്ത് 1/T⁻². ഈ T⁻² മുകളിലേക്ക് പോയാൽ T². റൂട്ടിനകത്ത് T² അല്ലേ. റൂട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? T. അപ്പം നമുക്ക് RHSൻ്റെ ഡയമെൻഷൻ T വന്നു അല്ലേ, LHSൻ്റെ ഡയമെൻഷനും T ആയിരുന്നു. സോ ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. Therefore the equation is correct. ഇങ്ങനെ എഴുതണം നിങ്ങൾ. അക്കോർഡിംഗ് ടു ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ റൂട്ട് എടുക്കാതിരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ റൂട്ട് എടുക്കണം. റൂട്ടോ സ്ക്വയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സും കൂടെ ചെയ്തിട്ട് വേണം ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ. പിന്നെ നമ്പേഴ്സിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, ഇനി ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു ഇക്വേഷൻ തരും. x = a + bt + ct².
വേർ എക്സ് ഈസ് എ ലെങ്ത് ആൻഡ് ടി ടൈം. എക്സ് ലെങ്തും ടി ഒരു ടൈമുമാണ്. ദെൻ ഈ ഇക്വേഷൻ അനുസരിച്ച് ഫൈൻഡ് ദി ഡയമെൻഷൻസ് ഓഫ് എ, ബി ആൻഡ് സി. എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമുക്കൊരിക്കലും ഇപ്പോൾ ഒരു ഫോഴ്സിൻ്റെ കൂടെ ഒരു വെലോസിറ്റി ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വർക്കിൻ്റെ കൂടെ ഒരു ഡിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഡിഫറൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഡയമെൻഷൻ സെയിം ആണെന്നുള്ളതാണ്. അത് തന്നെയാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാ ടേമിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണ്ടേ. അപ്പോൾ എ ആണ് ഒരു ടേം അല്ലേ. എയുടെ ഡയമെൻഷൻ റൈറ്റ് സൈഡിലെ എക്സിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആണ്. സോ നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ആയിരിക്കും. എങ്കിലേ ഇക്വേഷൻ കറക്റ്റ് ആവും. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡയമെൻഷൻ എൽ ആണ് അല്ലേ. സോ നമുക്ക് ആദ്യത്തെ കിട്ടി. എയുടെ ഡയമെൻഷൻ എന്താണ്? എൽ. ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും, ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് ദി കോൺസ്റ്റൻസ് എ, ബി ആൻഡ് സി എന്നായിരിക്കും. അപ്പം നമ്മളിവിടെ നോക്കിയപ്പോൾ എ ഒരു ടേം ആണ് അല്ലേ. എ കഴിഞ്ഞിട്ട് പ്ലസ് എ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എയുടെ ഡയമെൻഷൻ ലെഫ്റ്റിലുള്ള എക്സിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എയുടെ ഡയമെൻഷൻ കിട്ടി. അതുപോലെ അടുത്ത ടേം നോക്കൂ, ബി ഇൻറ്റു ടി ആണ് അടുത്ത ടേം. ബിയും ടി ഒരുമിച്ചാണ്, ഇത് കഴിഞ്ഞിട്ടാണ് പ്ലസ് വന്നിരിക്കുന്നത്. അപ്പോൾ ബി ഇൻറ്റു ടി, ബി ടിയുടെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. വീണ്ടും നമുക്ക് എന്തെടുക്കാം? എയുടെയോ എക്സിൻ്റെയോ ഡയമെൻഷൻ. ബി ടിയുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും എക്സ്, ഡയമെൻഷൻ ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എൽ അല്ലേ. ദെൻ നമുക്ക് വേണ്ടത് ബി അല്ലേ. സോ ഡയമെൻഷൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ബി ഈക്വൽ ടു ടി റൈറ്റിലേക്ക് പോകും അല്ലേ. എൽ ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു എൽ ടി റൈസ് ടു -1. എൽ അതുപോലെ എഴുതി, ടി മുകളിലേക്ക് പോയി, എൽ ടി റൈസ് ടു -1. ടി ന്യൂമറേറ്ററിലേക്ക് പോയല്ലേ. അപ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റൈസ് ടു -1. അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞില്ലേ. ഓക്കെ, ഇനി സി നോക്കുക. സിയുടെ കൂടെ വന്നിരിക്കുന്ന സി ടി സ്ക്വയർ, അത് രണ്ടും ഒരു ടേം ആണല്ലേ. പ്ലസ് കഴിഞ്ഞിട്ട് ഇത് രണ്ടും. അപ്പോൾ സി ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് വീണ്ടും കൊടുക്കാം. ദാറ്റ് ഈസ് സി ടി സ്ക്വയർ, ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്. ദാറ്റ് ഈസ് സി, ഡയമെൻഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിൻ്റെ ഡയമെൻഷൻ ബൈ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എൽ ബൈ ടി സ്ക്വയർ. ദാറ്റ് ഈസ് എൽ ടി റൈസ് ടു -2. അപ്പോൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഇക്വേഷൻ തന്നെ വരണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് ഉൾപ്പെടുന്ന കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ടേമിൽ വന്ന ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം നിങ്ങൾ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ പരസ്പരം ഈക്വൽ ആണ് എന്നുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട വേറെ ഒരു കാര്യമാണ് ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല, സ്ട്രെയിൻ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി, പോയ്സോൺസ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനിയുണ്ട് തൽക്കാലം ഇത്രയും 5 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയമെൻഷൻ ഇല്ലാത്തത്. ഏതൊക്കെയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി, പോയ്സോൺസ് റേഷ്യോ, റിലേറ്റീവ് ഡെൻസിറ്റി, സ്ട്രെയിൻ, ആംഗിൾ. ഇത് പഠിച്ചു വയ്ക്കുക, ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പിന്നെ സെയിം ഡയമെൻഷൻ വരുന്ന കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ടത് നോക്കാം. വർക്ക് ആൻഡ് എനർജി നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ സെയിം ഡയമെൻഷൻ ആയിരിക്കും, വർക്കും എനർജി. അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിനും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനും സെയിം ഡയമെൻഷനാണ്. ദെൻ മൊമെൻറ്റം ആൻഡ് ഇമ്പൾസിനും മൊമെൻറ്റത്തിനും സെയിം ഡയമെൻഷൻ. പ്രഷർ ആൻഡ് സ്ട്രെസ്, പ്രഷർ, സ്ട്രെസ്, അതുപോലെ ഇലാസ്റ്റിക് മോഡുലസ്, യങ്സ് മോഡുലസ് ഒക്കെ ഉണ്ട്, അതിനും സെയിം ഡയമെൻഷൻ. പ്രഷറും സ്ട്രെസ്സും എങ്കിലും ഓർത്ത് വയ്ക്കും. ദെൻ ടോർക്ക് ആൻഡ് വർക്ക്, ടോർക്കിനും വർക്കിനും സെയിം ഡയമെൻഷനാണ്. വർക്കിൻ്റെ ഡയമെൻഷനാണ് ടോർക്കിന്. ഇനി വർക്കും എനർജിയും സെയിം ഡയമെൻഷനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോർക്ക്, വർക്ക് ആൻഡ് എനർജി ഹാവ് സെയിം ഡയമെൻഷൻ. സെയിം ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് വർക്ക് ആൻഡ് എനർജി, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് ആംഗുലർ മൊമെൻറ്റം, മൊമെൻറ്റം ആൻഡ് ഇമ്പൾസ്, പ്രഷർ ആൻഡ് സ്ട്രെസ്. ഓക്കെ, ഇനി അടുത്ത യൂസാണ്, ഫസ്റ്റ് യൂസ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. ടു ഡിറൈവ് കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതാണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ സെക്കൻഡ് യൂസ്.
ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് മാസ്. ടൈം പീരീഡ് മേ ഡിപ്പെൻഡ് ഓൺ എന്ന് പറഞ്ഞ് തന്നിരിക്കും. അപ്പം നമുക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ് ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്. ലെങ്ത്തിൻ്റെ ഏത് പവർ എന്ന് അറിഞ്ഞൂടാ, നിങ്ങൾ L⁻x എന്ന് എടുക്കുക. ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇത് ക്വസ്റ്റ്യന് തന്നിരിക്കും ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ G⁻y. മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം M⁻z. അപ്പോൾ L, G, M ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കൊടുക്കാൻ വേണ്ടി കോൺസ്റ്റൻസ് കൊടുത്തു x, y, z. ദാറ്റ് ഈസ് T is equal to K into L⁻x, G⁻y, M⁻z. ഇനി വളരെ സിമ്പിളാണ്, നോക്കിയിരിക്കാം. നമ്മൾ ഇതിൽ രണ്ട് സൈഡിലും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ഒന്ന് എഴുതി നോക്കുക. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. ടിയുടെ ഡയമെൻഷൻ m ഇല്ല അല്ലേ, m⁻0, L⁻0, T⁻1. ഇത് മനസ്സിലായല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ T മാത്രമാണ്, അതിൻ്റെ ഡയമെൻഷൻ എഴുതി. എമ്മും എല്ലും ഇല്ല, അപ്പോൾ ⁻0 എന്ന് കൊടുത്ത് T ഒരു പ്രാവശ്യമുണ്ട്, T⁻1. ഇനി K പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. പിന്നെ ഇവിടെ ഒരു L ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L, അതിൻ്റെ പവർ x ആണ്, x അതുപോലെ എഴുതി. ഇൻറ്റു G ആക്സിലറേഷൻ അല്ലേ, നമുക്ക് L⁻², പിന്നെ ഇത് ഹോൾ⁻, ഇവിടെ ഒരു y. ഓക്കെ, അത് തെറ്റിക്കരുത്. ദെൻ M⁻z. അപ്പോൾ ഇവിടെ ഇത് ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. L⁻², ഹോൾ⁻y, ഇവിടെ ഒരു y ഉണ്ടായിരുന്നു, G⁻y, അത് കൊടുക്കണം. അപ്പോൾ ലെഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത് എമ്മും എല്ലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ⁻0 എന്ന് കൊടുക്കുന്നു. ദെൻ ഇതിനെ ഒന്ന് ഒറ്റ നോട്ടത്തിൽ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, എം അല്ലേ, നമ്മൾ MLT എന്നല്ലേ, എം നമുക്ക് ആദ്യം എഴുതാം M⁻z. എൽ നോക്കുക, L⁻x ഉണ്ട്, പിന്നെ ഇതാ ഇവിടെ L⁻y ഇല്ലേ, L⁻y. അപ്പം നമുക്ക് എന്തെഴുതാം, L⁻x, L⁻y, L⁻x+y എന്നാണ് എഴുതേണ്ടത്. L⁻x ഇൻറ്റു L⁻y എന്നാണ്, രണ്ട് പ്രാവശ്യം L എഴുതേണ്ട, പകരം L⁻x+y. ഇനി അടുത്ത് T എഴുതണ്ടേ, T⁻2⁻y എന്നാണ്, അപ്പോൾ T⁻2⁻y. ഈ സ്റ്റെപ്പ് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ലെഫ്റ്റിൽ എന്തുണ്ട്, M⁻0, L⁻0, T. നമ്മളിപ്പോൾ ചെയ്ത എന്താ, T എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡയമെൻഷൻസ് എഴുതിയല്ലേ. ടിയുടെ ഡയമെൻഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി. LGM ഇതിൻ്റെ ഡയമെൻഷൻസ് റീഅറേഞ്ച് ചെയ്ത് എഴുതി. M⁻z, L, x ഉണ്ട്, y ഉണ്ട്, സോ L⁻x+y, T⁻2y. ഇനി ഇതൊരു കറക്റ്റ് ഇക്വേഷനാണ്. അപ്പോൾ ഇതിലെ എല്ലാ കോൺസ്റ്റൻസിൻ്റെയും പവർ സെയിം ആയിരിക്കും. എന്തോ നോക്കുക, ഇവിടെ പവർ എന്ന് വെച്ചാൽ എമ്മിൻ്റെ പവർ z ആണല്ലേ, അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ആകണം ഈ ഇക്വേഷൻ കറക്റ്റ് ആയതുകൊണ്ട്. ദാറ്റ് ഈസ് ഈ എമ്മിൻ്റെ പവർ ഏതാണ്, z ആണ്, ഒരിടത്ത് 0 ആണ്. M⁻0 എന്ന് പറയുന്നത് M⁻z ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് z = 0. ഇനി അടുത്ത നിങ്ങൾക്ക് എല്ലിൻ്റെ പവർ ഇതുപോലെ എഴുതാം അല്ലേ, L⁻x+y അല്ലേ, അപ്പോൾ x+y ഏതിന് ഈക്വൽ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ 0. അടുത്ത് നോക്കുക, ടിയുടെ പവർ അല്ലേ, ഇവിടെ ടിയുടെ പവർ 1 ആണ് അല്ലേ, ഇവിടെ ആണെങ്കിൽ -2y, -2y = 1. ഇതിൽ നമുക്ക് എഴുതാം y = -1/2. ഓക്കെ, അപ്പം നമുക്ക് y കിട്ടി -1/2. z ഇവിടെ കിട്ടിക്കഴിഞ്ഞു 0. ഇനി നോക്ക്, x+y 0 അല്ലേ, അപ്പോൾ x എന്ന് പറഞ്ഞാൽ x is equal to -y അല്ലേ, x+y 0, so x is equal to -y. Therefore we can write x is equal to -y, y -1/2 ആണ്, അപ്പോൾ -1/2. x is equal to -y, yക്ക് പകരം എന്ത് കൊടുത്തു, -1/2. ഈ മൈനസും പ്ലസ് ആവും, നമുക്ക് കിട്ടും 1/2. ഓക്കെ, അപ്പോൾ x എന്ത് കിട്ടി, 1/2. അപ്പം നമുക്ക് വേണ്ട 3 കോൺസ്റ്റൻസും കിട്ടി. x 1/2, y -1/2, z 0. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ T is equal to K into L⁻x, G⁻y, M⁻z.
ഇതിലേക്ക് നമുക്ക് ആ കിട്ടിയ വാല്യൂസ് കൊടുക്കാം. L raised to x, x 1/2, g raised to y, y minus 1/2, m raised to z 0. അപ്പോൾ ഇത് 1 ആയി പോവില്ല. ഇനി ക്വാണ്ടിറ്റി റേസ് ടു 0 ഈക്വൽ ടു 1. അപ്പോൾ അതങ്ങ് പോകും. ബാക്കി വരുന്നത് k ഇൻറ്റു എൽ റേസ് ടു ഹാഫ്. ഹാഫ് റേസ് ടു ഹാഫ് എന്ന് വെച്ചാൽ റൂട്ട് കൊടുക്കാം. റേസ് ടു മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 1/√. മനസ്സിലായോ? ജി റേസ് ടു മൈനസ് ഹാഫ് എന്ന് വെച്ചാൽ 1/√g എന്നാണ്. സോ ടി ഈക്വൽ ടു കെ ഇൻറ്റു ഒരു റൂട്ടിനകത്ത് L/g എന്ന് കൊടുക്കാം. ഓക്കെ, ഈ കെയുടെ വാല്യൂ ആണ് നമുക്കറിയാവുന്ന 2π എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ കിട്ടത്തില്ല. നമുക്കിവിടെ നമ്പറിനെ പറ്റി ഐഡിയ കിട്ടത്തില്ല. നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പേ കിട്ടും. ടി ഈക്വൽ ടു √L/g. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരുന്നാൽ ഡയമെൻഷൻസിൽ നിന്ന് വരുന്ന അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവരും ഇത്രയും നന്നായിട്ട് പഠിക്കുക.